പല്ല് തേക്കുന്നതിൽ പോലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയും. ഇപ്പൊ പ്രത്യേകിച്ച് ബ്രഷ് എടുക്കുന്ന കാര്യത്തിലായാലും ഏത് തരത്തിലുള്ള ബ്രഷ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതിലും ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ പേസ്റ്റിന്റെ കാര്യം ഇപ്പൊ നമുക്കറിയാം ഈ കടകളിലൊക്കെ ഒരുപാട് തരത്തിലുള്ള പേസ്റ്റുകളുണ്ട്. അവരുടെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ബലം നൽകുന്ന പല്ലുകൾക്ക് ബലം നൽകുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ പോലും ബേസിക് ആയിട്ട് ഈ കാര്യങ്ങൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രഷ് സെലക്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പല്ല് തേക്കുന്നത്, പേസ്റ്റ് സെലക്ട് ഇതിലൊക്കെ ഉള്ള ഒരു ശ്രദ്ധ അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഇത് പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ, ദന്തസംരക്ഷണം പൂർണ്ണമാണോ അല്ലെങ്കിൽ ശാസ്ത്രീയമാണെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയെങ്കിലും തേച്ചാൽ പോരാ, അത് കൃത്യമായിട്ട് പല്ല് തേക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ പല്ല് വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ടൂത്ത് പേസ്റ്റും വേണം, അവിടെ ടൂത്ത് ബ്രഷും വേണം. അപ്പോൾ ടൂത്ത് ബ്രഷുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു 3 പാർട്ടുകളാണ് അല്ലെങ്കിൽ 3 ഭാഗങ്ങളാണ് ആ ടൂത്ത് ബ്രഷിനുള്ളത്. ഒരു ഹാൻഡിൽ അല്ലെങ്കിൽ പിടിയുണ്ട്, പിന്നെ കഴുത്ത് പോലെ വരുന്ന നെക്ക് അല്ലെങ്കിൽ ഷാങ്ക് എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്, പിന്നെ തല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെഡ് പോർഷനുണ്ട്. ആ തലയിലാണ് നാരുകൾ അല്ലെങ്കിൽ ബ്രിസിലുകൾ ഉള്ളത്. ഈ നാരുകളുടെ വ്യാസം അനുസരിച്ചിട്ടാണ് അവയെ പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിക്കുന്നത്. വളരെ മൃദുവായിട്ടുള്ള നാരുകൾ അടങ്ങിയിട്ടുള്ളവയുണ്ട്, ഇടത്തരം ഉള്ളതുണ്ട്, കുറച്ചുകൂടി കട്ടിയുള്ളതുണ്ട്, അതിലേക്കാളും ഇപ്പോൾ കുറച്ചുകൂടി മൃദുലമായിട്ടുള്ളതുമുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ സോഫ്റ്റ് എന്നും മീഡിയം എന്നും ഹാർഡ് എന്നും പറഞ്ഞിട്ടുള്ളവയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാർഡ് ടൂത്ത് ബ്രഷ് നമ്മുടെ സ്വന്തം പല്ലുകളിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൃത്രിമ ദന്തങ്ങൾ അല്ലെങ്കിൽ വെപ്പ് പല്ലുകൾ വൃത്തിയാക്കാനായിട്ട് നമുക്ക് ഹാർഡ് ടൂത്ത് ബ്രഷുകൾ ഉപയോഗിച്ചാൽ മതിയാവും. നമ്മുടെ ഒരു ദൈനംദിന ഉപയോഗത്തിന് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഇടത്തരം നാരുകൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയം ബ്രിസിലുകളുള്ള ടൂത്ത് ബ്രഷുകളാണ്. എന്നാൽ നിങ്ങൾക്ക് പല്ല് പുളിപ്പോ അല്ലെങ്കിൽ മോണരോഗമോ പല്ലിൽ നിന്ന് ബ്ലീഡിങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് നമ്മൾ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് ആയിരിക്കും നിർദ്ദേശിക്കുക. ചുരുക്കം ചില കേസുകളിൽ ഒരുപാട് ഈ പറഞ്ഞതുപോലെ പല്ലിനും മോണയ്ക്കും ഒക്കെ കട്ടി കുറഞ്ഞ ആൾക്കാർക്കോ അല്ലെങ്കിൽ മോണരോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷം ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഒരു 3 മുതൽ 6 മാസ കാലയളവിലേക്ക് ചിലപ്പോഴൊക്കെ അതിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് അൾട്രാ സോഫ്റ്റ് എന്നോ അല്ലെങ്കിൽ എക്സ്ട്രാ സോഫ്റ്റ് ശ്രേണിയിൽപ്പെടുത്താവുന്ന ടൂത്ത് ബ്രഷുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ പിടിയിൽ വലിയ വ്യത്യാസം വരാനില്ല. അതിൻ്റെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് നിർമ്മിതമായിട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടി ഇപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ബാംബൂ നിർമ്മിതമായിട്ടുള്ള ടൂത്ത് ബ്രഷുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ലതാണ്, ബാംബൂ ടൂത്ത് ബ്രഷുകൾ നല്ലതാണ്. അതിനകത്ത് ഈ ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ഫങ്ഷൻ നിർവഹിക്കുന്നത് ഈ നെക്ക് പോർഷനും അതിൻ്റെ ഹെഡ് പോർഷനുമാണ്. നെക്ക് പോർഷൻ 2 ടൈപ്പ് ഉണ്ട്. സ്റ്റിഫായിട്ട് അനങ്ങാതെ നിൽക്കുന്ന തരമുണ്ട്, ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പും ഉണ്ട്. അപ്പോൾ ഫ്ലെക്സിബിളാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഇതിന് ഏറ്റവും പുറകിലത്തെ പല്ലിൻ്റെ ഏറ്റവും നമ്മളധികം ശ്രദ്ധ കൊടുക്കാത്ത സർഫസ് വരെ, പ്രതലം വരെ എത്തി വൃത്തിയാക്കാനായിട്ട് സാധിക്കും. പക്ഷേ വളരെ സ്റ്റിഫായിട്ടുള്ള ഒരു ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ, കഴുത്തായിട്ടുള്ള ബ്രഷ് ആണെങ്കിൽ ചില ആൾക്കാർക്ക് കുറച്ചുകൂടി കവിള് നല്ല കട്ടിയുള്ള കവിളായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോർഷനിൽ ഇത് ഫ്ലെക്സിബിൾ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഇടിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ വൃത്തിയാക്കാൻ മറന്നുപോകും. പക്ഷേ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കഴുത്തുള്ള ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇങ്ങനെ വളഞ്ഞ് ചാടി കളിക്കുന്നത് കൊണ്ട് എല്ലായിടത്തോട്ടും പോകാനുള്ള സാധ്യത കുറച്ചുകൂടിയുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട അതിൻ്റെ ഫംഗ്ഷൻ ഇരിക്കുന്നത് ഈ നാരുകളിലാണ് അല്ലെങ്കിൽ ഹെഡ് പോർഷനിലാണ്. അവിടെയാണ് ബ്രിസിലുകളുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ബ്രിസിലുകളുടെ ആ ഒരു അടുക്കാണ് തീരുമാനിക്കുന്നത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഈ നമ്മൾ അഴുക്ക് നീക്കം ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ പ്രയോഗിക്കുന്ന ആ ഒരു രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ശക്തി കൊടുത്ത് ഇടത്തുനിന്ന് വലത്തേക്ക് തേക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഹൊറിസോണ്ടൽ പാറ്റേൺ ഓഫ് ബ്രഷിംഗ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ പല്ലിന് കൂടുതൽ കേടാണ് അല്ലെങ്കിൽ ഡാമേജ് വരുത്താനാണ് ഉപകരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഏതാണ്ട് 10ഓളം ബ്രഷിംഗ് ടെക്നിക്കുകളുണ്ട്, ബ്രഷിംഗ് രീതികളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടതിന് മോഡിഫൈഡ് ബാസ് രീതി എന്നാണ് പറയുക. മോഡിഫൈഡ് ബാസ് രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് മുറ്റമടിക്കുന്നത് കൂട്ടാണ്. ഒരു ചെറിയൊരു 45 ഡിഗ്രി ഒരു കോൺ കൊടുത്തുകൊണ്ട് ഒരേ സമയത്ത് നമുക്കൊരു 3 പല്ലിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഏറ്റവും പുറകിലത്തെ 3 പല്ലിൽ നിന്ന് ഒരു കോൺ കൊടുത്തുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യുക. ഒരു 3 ആവർത്തി ചെയ്തിട്ട് ഒരു സമയം നമ്മളൊരു 3 പല്ലോ 3ഓ 4ഓ പല്ലിൽ വേണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. ആ 3ഓ 4ഓ പല്ലുകൾ വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത 3 പല്ലുകളിലേക്ക് അതേ രീതിയിൽ തന്നെ അങ്ങനെ ഒരു ഔട്ടർ സർഫസ് അല്ലെങ്കിൽ ഔട്ടർ സർക്കിള് ആ ഒരു വൃത്തം പൂർത്തിയാക്കിയതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ ഉൾഭാഗവും നമുക്ക് വൃത്തിയാക്കാം. ഇതേ ഡയറക്ഷൻ എതിരെ നിന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് നമുക്ക് കീഴ്ത്താടിയിലെ പല്ലുകളും വൃത്തിയാക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു 3 മുതൽ 4 മിനിറ്റ് സമയം മതിയാകും മൊത്തം പല്ല് തേക്കാനായിട്ട്. അപ്പോൾ പലരും പല്ല് വിളക്കാനായിട്ട് ചിലപ്പോൾ 8 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ഒരുപാട് നേരം ഇങ്ങനെ ഇടത്തുനിന്ന് വലത്തേക്ക് ഉരയ്ക്കാറുണ്ട്. ചിലർക്ക് അതൊരു ശീലമാണ്, പണ്ടുള്ള ആൾക്കാർക്ക്. ചിലർക്കത് ബാത്റൂമിൽ പോകുമ്പോൾ ചിലപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് വരെയും പല്ല് ഈ ബ്രഷ് കൊണ്ട് ഉരച്ചുകൊണ്ടിരിക്കും. ചിലരെന്ന് വെച്ചാൽ ഒരു വീട്ടിലൊക്കെ ഒന്ന്
പത്രം വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ പത്രം വായിച്ച് തീരുന്നത് വരെയും ചിലപ്പോൾ ബ്രഷ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 4 മിനിറ്റിൽ താഴെ സമയം മതിയാവും വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യുക. അത് രാവിലെയും രാത്രിയും കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു പല്ല് തേപ്പ് രീതി ശാസ്ത്രീയമാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. പിന്നെ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഒരുപാട് നാക്ക് ചോപ്പിക്കാനായിട്ട് നമ്മൾ സ്റ്റീൽ ടങ് ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് നാവ് വടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ സ്റ്റീൽ ടങ് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നാക്കിലെ രസമുകുളങ്ങൾക്ക് അല്ലെങ്കിൽ ടേസ്റ്റ് ബഡുകൾക്ക് ഡാമേജ് സംഭവിക്കാറുണ്ട്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പല്ലിൻ്റെ ടൂത്ത് ബ്രഷിൻ്റെ തന്നെ പുറകിൽ ഇപ്പോൾ നമുക്ക് ടങ് ക്ലീനേഴ്സ് ലഭ്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് ടങ് ക്ലീനേഴ്സ് ഉണ്ട്. ലോഹനിർമ്മിതമായിട്ട് ഉള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ കോപ്പർ ടങ് ക്ലീനേഴ്സ് ഉണ്ട്. കോപ്പർ ടങ് ക്ലീനേഴ്സ് ദോഷം ചെയ്യാറില്ല, കുറച്ചുകൂടി നല്ലതുമാണ്. അപ്പോൾ സ്റ്റീൽ ടങ് ക്ലീനേഴ്സ് പാടെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെമ്പിലുള്ള കോപ്പർ, അത് ഇച്ചിരി വിലയിൽ നോക്കുമ്പോൾ കുറച്ച് വില കൂടുതലുണ്ട്, ഒരു 200 to 400 ആ റേഞ്ച് വരും. പക്ഷേ കോപ്പർ ടങ് ക്ലീനേഴ്സ് കുറച്ചുകൂടി നമുക്ക് ടങ്ങിന് ഫ്രണ്ട്ലി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കോപ്പർ ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലൊരു പ്രവണതയാണ്. അല്ലെങ്കിൽ നമുക്ക് ബ്രഷിൻ്റെ തന്നെ ഈ നമ്മൾ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രതലം തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.